ഹായ്, നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അൺഫേവറബിൾ ലൈഫ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾ, ഹൈലി ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ അവരുടെ എത്രയും വേഗം പ്രൊഫഷണൽ സപ്പോർട്ടിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവരിൽ വരുന്ന മാറ്റങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ലൈഫിൽ വളരെ അൺഫേവറബിൾ ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ, മേ ബി ഫാമിലി പ്രോബ്ലംസ്, ഫിസിക്കൽ ഇൽനെസ്, പോവർട്ടി, മാരേജ് ഇഷ്യൂസ്, ലവ് അഫെയർ ഇഷ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, പലതരത്തിലുള്ള കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലായിരിക്കുമ്പോൾ ആയിരിക്കുന്ന വ്യക്തിയുടെ ശരീരം തന്നെ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് കോർട്ടിസോൾ അല്ലെങ്കിൽ അഡ്രിനാലിൻ പോലുള്ള ഹോർമോൺസ്. അപ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസ് ആണ് ഇത്തരത്തിലുള്ള വ്യക്തിയെ ഹൈലി ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആളുകളിൽ സാധാരണ രീതിയിൽ സന്തോഷം ഉണ്ടാവുന്നത് ആളുകളിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. അതായത് ഓക്സിറ്റോക്സിൻ, ലവ് ഹോർമോണാണ്. അത് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്നേഹത്തിൻ്റെ ഒരു ഫീലിംഗ് വരും. ഡോപ്പാമിൻ പ്ലഷർ ഹോർമോണാണ്. സെറട്ടോണിൻ മൂഡ് സ്റ്റെബിലൈസറാണ്. എൻഡോർഫിൻ. അപ്പോൾ ഇതേപോലത്തെ പോസിറ്റീവ് ഹോർമോൺസ് നല്ല ലൈഫ് സിറ്റുവേഷൻസ് ആണെങ്കിൽ, ഫേവറബിൾ ലൈഫ് സിറ്റുവേഷൻസ് ആവുമ്പോൾ ആണ് ഇത്തരത്തിലുള്ള നല്ല പോസിറ്റീവ് ഹോർമോൺസ് ശരീരം ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ സന്തോഷത്തിലായിരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ആണെങ്കിൽ നേരെ തിരിച്ച് നെഗറ്റീവ് ഹോർമോൺസ് ആയിരിക്കും ശരീരം പുറപ്പെടുവിക്കുക. അതായത് കോർട്ടിസോൾ, അഡ്രിനാലിൻ പോലുള്ള ഹോർമോൺസ് ആയിരിക്കും ശരീരം പുറപ്പെടുവിക്കുക. അപ്പോൾ ആ ശരീരം നാച്ചുറലി ഈ അൺഫേവറബിൾ സിറ്റുവേഷൻസിനെ മറികടക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഹോർമോൺസ് ശരീരം പുറപ്പെടുവിക്കുന്നത്. കാരണം ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഇത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്ന് പറഞ്ഞ ഹോർമോൺസ് ആണ്. അപ്പോൾ ഈ ബ്രെയിന് ശരീരത്തിന് സിഗ്നൽ കൊടുക്കുകയാണ്. അതായത് നീ ഇപ്പോൾ നിൽക്കുന്നത്, ഈ വ്യക്തി ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു അൺഫേവറബിൾ ലൈഫ് സിറ്റുവേഷനിലാണ്. അപ്പോൾ എത്രയും വേഗം ഈ സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടി ആണ് ശരീരം ഇത്തരത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം ആ പെയിൻ സഹിക്കാതെ വരുമ്പോൾ, ആ വ്യക്തിക്ക് ആ പെയിൻ സഹിക്കാതെ വരുമ്പോൾ ആരോടെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ പറയുക, ബുദ്ധിമുട്ട് തുറന്ന് പറയുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുകയോ ചെയ്ത് ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയുള്ള ഒരു നാച്ചുറൽ ബയോ മെക്കാനിസമാണ് ഈ ഹൈലി ഡിസ്ട്രെസ്സിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, കാരണം ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിലാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിയെ നന്നായിട്ട് എംപത്തറ്റിക് ലിസണിങ് അല്ലേ, നന്നായിട്ട് ആ വ്യക്തിയെ കേട്ട് ആ ബേർഡൻസ് മുഴുവനും റിലീവ് ചെയ്യാൻ സഹായിച്ച് ആ വ്യക്തി വളരെ റിലീവ്ഡായി കഴിയുമ്പോൾ പിന്നീട് എന്ത് വേണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ആ വ്യക്തിയെ ഗൈഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. താങ്ക് യു.